ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള സാധനം വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. സോ ആദ്യം തന്നെ നമ്മൾ അമ്മമ്മൻ്റെ വീട്ടിലേക്ക് പോകുകയാണ്. കാരണം അമ്മയ്ക്ക് നോമ്പായതിനെ കൊണ്ട് പച്ചക്കറി കൂട്ടി എനിക്ക് മതിയായി. അപ്പോൾ എനിക്ക് കുറച്ച് ചെമ്മീൻ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് അമ്മമ്മ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഞാനും അമ്മയും പപ്പ എല്ലാവരും കൂടി അങ്ങോട്ടേക്ക് പോവാണ്. അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള വെജ് വേറെയുണ്ട്, പക്ഷേ എനിക്ക് വേണ്ടിയിട്ടുള്ളതും അമ്മമ്മ ഉണ്ടാക്കിയിട്ട്. സോ ലെറ്റ്സ് ഗോ. അപ്പോൾ പോകുന്ന വഴിക്ക് ബേക്കറിയിൽ നിന്ന് നമ്മൾ ഐസ്ക്രീമും പിന്നെ എന്താ പറയുക ചായക്ക് കൂട്ടാനുള്ള കുറച്ച് കടികളൊക്കെ വാങ്ങിച്ചു. എൻ്റെ മമ്മിക്ക് വെജ് അതിനെ കൊണ്ട് അമ്മമ്മ എനിക്ക് ചെമ്മീൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ചെമ്മീൻ കറി ഉണ്ട്. പിന്നെ നമുക്കിവിടെ സാമ്പാറുണ്ട്, ചോറ്. അപ്പോൾ ഓണല്ലേ, മമ്മി വെജ് അതിനെ കൊണ്ട് ഇവിടെ പൊട്ടാറ്റോ ഫ്രൈ, ഉപ്പേരി, സാമ്പാർ. ഇത് പിന്നെ ഫ്രൂട്ട്സ് ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് കഴിക്കാനുള്ളതാ. സോ ഞങ്ങൾ കഴിക്കട്ടെ. ബൈ. നമുക്ക് ചെമ്മീൻ വാങ്ങിച്ചത് അമ്മയാണ് നമുക്ക് അത് ഉണ്ടാക്കി തന്നിട്ടുള്ളത്. രണ്ടുപേരോടും ഞാൻ നന്ദി രേഖപ്പെടുത്തും. അങ്ങനെ നല്ല അടിപൊളി ചെമ്മീൻ കറിയും അത് കഴിഞ്ഞിട്ട് ഐസ്ക്രീമൊക്കെ കഴിച്ച് നമ്മൾ ഇനി സാധനം വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. ഗൈസ്, ഒറ്റ മൈൻഡിൽ നമ്മളിപ്പം സാധനം വാങ്ങാൻ പോവാണ്. ബൈ മമ്മ. അങ്ങനെ ഞങ്ങൾ നേരെ SM സ്ട്രീറ്റിൻ്റെ അവിടേക്കാണ് പോയാൽ അവിടെ കാല് കുത്താൻ സ്ഥലമില്ല ഗൈസ്, അത്രയ്ക്കും തിരക്ക്. ഞായറാഴ്ച ആയതുകൊണ്ടാണോ എന്ന് പറഞ്ഞുകൂടാ, പിന്നെ ക്രിസ്മസിൻ്റെ ആ ഒരു തിരക്കും. അങ്ങനെ ഞങ്ങൾ ഓരോ ക്രിസ്മസ് ട്രീ നോക്കുകയാണ്. അപ്പോൾ ഒരു ഷോപ്പിൽ ഭയങ്കര റേറ്റ് കിട്ടും, അതിൻ്റെ ഇപ്പുറത്തുള്ള ഷോപ്പിൽ അതിനേക്കാൾ വളരെ കുറവ്. അത് ഞങ്ങൾ കയറി ഈ ഷോപ്പിൽ കുറേ കളക്ഷൻസ് ഉണ്ട്, പല തരം സാധനങ്ങൾ. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ മെല്ലനെ ഇറങ്ങി. കാറ് കുറച്ച് ദൂരത്താണ് വെച്ച കാരണം ഇവിടെ ഒന്നും പാർക്കിങ്ങിൻ്റെ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്നിട്ട് നടക്കുകയാണ് ഗൈസ് കാറിൻ്റെ അടുത്തേക്ക്. എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്ന് വീട്ടിലെത്തിയിട്ട്. അങ്ങനെ ഗൈസ് സാധനമൊക്കെ വാങ്ങി ഞങ്ങൾ വീട്ടിലെത്തി. മാമിൻ്റെ അടുത്ത് നിന്ന് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു, അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. സോ ഇനി ഞാൻ പോയിട്ട് എൻ്റെ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യട്ടെ. അപ്പോൾ ഇവിടെ ഞാൻ ക്രിസ്മസ് ട്രീ വെക്കാൻ വിചാരിച്ചത് നമ്മൾ കുറച്ചും കൂടി പുറമേ നിന്ന് ആൾക്കാർക്ക് കാണാനൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് വാങ്ങിച്ച് കാണിച്ചാൽ ഇത് എന്തോ ഒരു മാല പോലത്തെ സാധനം. ഇതിന് എത്ര 40 രൂപ 2 മീറ്ററിന്. പിന്നെ കുറച്ച് ക്യാപ്പ്, അത് ഞങ്ങൾക്ക് മൂന്നാക്കുള്ള ക്യാപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെയാണ്ടായ, പിന്നെ അതിൽ കുറച്ച് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബോൾസ്. ഞാൻ ഏകദേശം ഒരു റെഡും ഗോൾഡനും തീമിൽ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഇതാണ് ഞങ്ങളെ സ്റ്റാറിന് എത്ര 200 എത്രയോ ആയിട്ടുള്ളൂ. ട്രീക്കും 200 സംതിങ് ആയിട്ടുള്ളൂ. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഷോപ്പിംഗ് ആയിരുന്നു അത്. അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിച്ചത്. ഈ ഒരു ബോക്സിന് 150 കേട്ടോ. ടൈമിൽ നമുക്ക് പുതിയാപ്പ അമ്പലത്തിൽ ഉത്സവം ഉണ്ടാവും. സോ റെജിയാൻറ്റി റെഡിയായി, അപ്പോൾ ഞങ്ങളും റെഡിയായി. നമ്മളിനി പുതിയാപ്പ അമ്പലത്തെ ഉത്സവം കാണാൻ പോവാണ്. അപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഇതാണ് റെജിയാൻറ്റിൻ്റെ മകൾ ദേവ്. അങ്ങനെ ഞങ്ങൾ അവിടെ ഉത്സവത്തിൻ്റെ അവിടെ എത്തി. ഇവിടെ ലൈറ്റ്സ് കൊണ്ടൊരു കളിയാണ്, നല്ല അടിപൊളിയായിട്ട് അവർ ലൈറ്റ്സ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ പ്രാവശ്യം ഓരോ രീതിയിലാട്ടോ. അങ്ങനെ അവിടുന്ന് കുറച്ച് ഡാൻസൊക്കെ കണ്ട് നമ്മളൊരു ഐസ്ക്രീം കഴിച്ച് നേരെ വീട്ടിലേക്ക് മടങ്ങി. വീട്ടിലെത്തിയപ്പോൾ നമ്മളെ വീട്ടിലേക്ക് കുറച്ച് കുട്ടി പട്ടാളങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ കേരളമൊക്കെ ആയിട്ട് ഒരു കുഞ്ഞ് സാന്റാക്ലോസൊക്കെ. പക്ഷെ ആ സാന്റാക്ലോസിനേക്കാൾ എനർജി ഉള്ള ഒരാൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു. ഇനി 24 ഡിസംബറിൻ്റെ രാത്രി നമ്മളെല്ലാവരും കൂടി സുമ്യാങ്ങളുടെ വീട്ടിലായിരുന്നു. എല്ലാ ഫാമിലി മെമ്പേഴ്സും കൂടി അവിടേക്ക് എത്തി. അവിടുന്ന് പിന്നെ മാർഗംകളിയിൽ തുടങ്ങിയിട്ട് തിരുവാതിരി, ഒപ്പന ഒക്കെ കളിച്ചിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്.
അങ്ങനെ ഇത് 25th മോർണിംഗ് ഞാൻ വളരെ ലേറ്റായിട്ട് എണീറ്റ്. കാരണം 24th നൈറ്റ് ഞങ്ങൾ പരിപാടി കഴിയുമ്പോൾ ഏകദേശം ഒരു 2-3 മണിയായിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഇന്നിപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് ഇവിടെ ഫുൾ ആരെങ്കിലുമൊക്കെ വരാൻ മതി. അതുകൊണ്ട് നമ്മൾ ഫുൾ റൂമും വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുമ്പോൾ ഞാനൊരു മുഖത്തൊരു ഫേസ് പാക്കും കൂടിയിട്ടുണ്ട്. അങ്ങനെ ഞാനും അമ്മയും പപ്പയും കൂടി ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് അന്ന് ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് തന്നെ നമ്മൾ മുടി ഒന്ന് കെട്ടി വെക്കാം. ഇറ്റ്സ് എ വുഡൻ കോം ടു കോം മൈ ഹെയർ. അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതും കുറച്ച് വിടുത്തുള്ളതാണ്. ഈ സൈഡിൽ കുറച്ച് വിടുത്ത് വരും, പക്ഷേ ഇവിടെ കണ്ടോ നല്ല വിടുത്തുള്ളതാണ്. അപ്പോൾ അതിലൂടെ നമ്മളിങ്ങനെ കോംബ് ചെയ്യുമ്പോൾ നല്ലതാണ്. പക്ഷെ എന്നാലും എൻ്റെ മുടി കൊഴിയുന്നുണ്ട്. പക്ഷേ ടു എൻ എക്സ്റ്റെൻറ്റ് ഇറ്റ് ഈസ് വെരി ഗുഡ്. ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ ഞാൻ പാട്ടായിട്ടാണ് ചെയ്യാറ്. പക്ഷേ ഇപ്പോൾ നമ്മൾ പാട്ട് വെച്ചാൽ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വരുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ എയർപോർട്ട് വെച്ചിട്ടുള്ളത്. അപ്പം ഞാൻ മുഖം ഒന്ന് കഴുകി വന്നിട്ടുണ്ട്. ഈ ഒരു ക്ലോത്താണ് ഞാൻ എൻ്റെ ഫേസ് തുടയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുക. ഭയങ്കര സോഫ്റ്റാണ്. നമ്മൾ ഫേസ് ഇങ്ങനെ ജസ്റ്റ് ഒപ്പിയെടുക്കുക. ഞാൻ യൂഷ്വലി സ്കിൻ കെയർ സ്കിപ്പ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ഇന്നത്തെ നിങ്ങൾക്കിത് കാണിച്ചു തരുന്നതുകൊണ്ട് കാണിച്ചു തരാം. വളരെ മിനിമലായിട്ടുള്ളൂ, ഞാൻ എന്നും ചെയ്യാറുമില്ല. അതുകൊണ്ടാണ് എൻ്റെ സ്കിൻ ഇപ്പോൾ കണ്ട ഭയങ്കര ഡാമേജ് ആയിട്ടുണ്ട്, കുറേ പിമ്പിൾസൊക്കെ വന്നു. സോ ഫസ്റ്റ് തന്നെ നമുക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. ഞാൻ ഈ ഒരു മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യാറ്. ഞാനിവിടെ മൂക്കയുടെ സൺസ്ക്രീൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഞാൻ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ കൺസീലറാണ് അപ്ലൈ ചെയ്യുന്നത്. യൂസ് ഫേസസ് കാനഡയുടെ ഒരു സൺസ്ക്രീൻ അങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ എവിടേക്കാണുള്ളത് അത് നമ്മൾ ജസ്റ്റ് ഈ പിമ്പിൾസ് എൻ്റെ ഫേവറേറ്റ് സാധനം ബിബി ക്രീം. ഇതിടുമ്പോൾ എല്ലാം കൂടി ഒരു കവറേജാണ്. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് മാത്രം കേട്ടോ ഞാൻ കോളേജിലേക്ക് ഇടാറ്. ഈ സാധനം മാത്രം ഇട്ടാൽ തന്നെ എനിക്ക് പെർഫെക്റ്റ് ആയിട്ട്. അതേപോലെ കൊടുക്കും ലിപ് ബാം. നമ്മളെ സ്കിന്നിൽ മോയ്സ്ചറൈസർ ഇടുന്ന പോലെ തന്നെയാണ് വീട്ടിൽ ഈ ഒരു ലിപ് ബാം. മാസിൻ്റെ ഫൗണ്ടേഷൻ ഐബ്രോസ് ഇട്ടാണ്. ഐബ്രോസ് ഞാൻ അധികമായിട്ടൊന്നും എഴുതി കൊടുക്കുന്നില്ല, എനിക്ക് കുളമാവാറുണ്ട്. ഇത് എൻ്റെ ഫേസസ് കാനഡയുടെ ലിപ് ലൈനറാണ്. ഇത് കറക്റ്റ് പെർഫെക്റ്റ് ഷേപ്പൊക്കെ വരും. കാണുന്നുണ്ട് എനിക്ക് ആറ് നിങ്ങൾ ഇഷ്ടം. നമുക്ക് ഏതാ ഈ ഒരു ഇൻസൈറ്റിൻ്റെ ഈ ഒരു ഷെയ്ഡ് കിട്ടും. അതിൻ്റെ മേലെ ഈ ബ്രൈറ്റ് ഷെയ്ഡ് നമ്മൾ ഈ ഒരു
ബോട്ടം ഒരു ഓറഞ്ച് പോലത്തെ ഷെയ്ഡാണ്. ഇതിൻ്റെ മേലെ നമുക്ക് ഈ ഒരു ഷെയ്ഡ് കാണാം. സീ ഹൗ റെഡിഷ് ഒരു ഓറഞ്ച് കളറാണ്. അയ്യോ, ഫോട്ടോയിൽ കാണുമ്പോൾ വേറെ കളറല്ലേ, പക്ഷെ നേരിട്ട് കാണുമ്പോൾ വേറെ കളറ്. ബാക്കിയും കൂടി ചെയ്തിട്ട് കളർ സെറ്റ് ആവുന്നില്ല. നമുക്കൊന്ന് ഡാർക്കോ ലൈറ്റ് എന്തെങ്കിലുമൊക്കെ പിന്നെ ഡ്രസ്സ് ഇട്ട് നോക്കുമ്പോഴാണ് കുറച്ചും കൂടി മനസ്സിലാവും നമുക്ക്. നൗ ലെറ്റ്സ് യൂസ് ദ ഹൈലൈറ്റർ. ഫേസ് നോസിനൊക്കെ ഒരു തിളക്കായിക്കോട്ടെ അല്ലേ. എൻ്റെ സ്കിന്നിന് അതൊന്നും പറ്റില്ല ഗൈസ്. നൗ ലെറ്റ്സ് ഗോ ആൻഡ് പുട്ട് ദ ബ്ലഷ്. For that, let me apply mascara. So അതും കൂടി കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ കണ്ണുണ്ട്. ഇതാണ് നമ്മുടെ കോസ്റ്റ്യൂം. സോ ലെറ്റ്സ്, ഞാൻ ഈ കോസ്റ്റ്യൂം ഇട്ട് വരാം. സോ ഐ ചേഞ്ച് മൈ ഡ്രസ്. ഇനി നമുക്ക് ഇയറിങ്സ് ഇടാം. സോ ഐ തോട്ട് ഓഫ് വെയറിങ് ദിസ് വൺ. ഓക്കെ, നമുക്ക് ഈ ഒരു റിംഗ് ഇടാം. ഈ ഒരു ബാങ്കിൾ വളരെ മിനിമലായിട്ട് നമുക്ക് മേക്കപ്പ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത്. സോ ഐ തോട്ട് ഓഫ് വെയറിങ് ദിസ് വൺ. കുഴപ്പമില്ലല്ലോ. ഇതിൻ്റെ കൂടെ ഈ ഒരു റിംഗ് ദിസ് വൺ ഓൾസോ. ഇനി നമുക്ക് ഇത് തുടങ്ങാം. ഇതൊറ്റൊന്ന് മാത്രമല്ല, അപ്പോൾ അത്ര പാടില്ല പോലെ. ഇനി ഹെയർ ഒന്ന് ഞാൻ കോംബ് ചെയ്യട്ടെ. ഇനി ആ സെക്കൻഡ് ഡ്രസ്സിലേക്ക് മാറി. അപ്പോൾ പിന്നെ നമ്മളെ വീട്ടിലേക്ക് ഓരോ ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തിരക്കിലായി. This is the final part of our Christmas. ഇനി നമ്മൾ 3 പേരും, ഞാനും പപ്പയും അമ്മയും തമ്മിലുള്ള കുറച്ച് ക്വാളിറ്റി ടൈം. അപ്പോൾ അമ്മമ്മ ഉണ്ടാക്കിയിരിക്കുന്ന വൈനും പിന്നെ നമ്മളവിടെ ബാൽക്കണിയിലിരുന്ന് കുറച്ച് നേരം സംസാരം. വി ഹാഡ് എ വെരി വണ്ടർഫുൾ ഫാമിലി ടൈം ടുഗെദർ. സോ ഈ ക്രിസ്മസ് എനിക്ക് കഴിഞ്ഞ ക്രിസ്മസ് വെച്ച് നോക്കുമ്പോൾ മോസ്റ്റ് വണ്ടർഫുൾ ആൻഡ് മെമ്മറബിൾ ആയിരുന്നു. സോ ഐ ഹോപ്പ് ഇത് കണ്ടിന്യൂ ചെയ്യട്ടെ ഇങ്ങനെ തന്നെയാണ്. സോ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഐ വിഷ് യു ഓൾ എ മെറി ക്രിസ്മസ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.